പക്ഷെ എൻ്റെ ദൈവമേ ഞാനും ചേട്ടൻ്റെ വാശിക്കാണ് കേട്ടോ. മുട്ട നടത്തത്തിലാണ് രാവിലെ. അപ്പം ഞങ്ങൾ ഫോർട്ട് വെളി വരെ പോയിട്ട് അവിടുന്ന് 2 റൗണ്ട് അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോരും കേട്ടോ. അതായത് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി എന്ന് പറയൂലേ, അത് തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന് ഞാൻ അടുക്കളയിലോട്ട് പോകുന്ന ചേട്ടൻ തലയും കുത്തി നിൽപ്പുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ചായക്ക് പാലും മേടിച്ചോണ്ടാണ് കേട്ടോ വീട്ടിൽ വന്ന. ചായ ഇല്ലാത്ത കളിയില്ല. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണേ. അങ്ങനെ ചായക്ക് പാല് ചെറിയ തീയിലാക്കിയിട്ട് നേരെ മുകളിലോട്ട് പോന്നു. അപ്പൊ എൻ്റെ ഒരു 5-6 അച്ചിങ് അവിടെ ഇങ്ങനെ പൂത്ത് കിടപ്പുണ്ടായിരുന്നേ. അപ്പൊ അതിങ്ങോട്ട് ഞൊട്ടിയെടുത്ത് അങ്ങനെ ഒരെണ്ണം മാത്രം നല്ല നീളത്തിൽ കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി 5ഉം കണക്കായിരുന്നു. അങ്ങനെ അതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതിന് മുന്നേ 2 അയലത്തല ഇരുന്നേച്ച് തലേ ദിവസം അരപ്പൊക്കെ പൊത്തി വെച്ചതാണേ. അതങ്ങോട്ട് വറുത്തെടുക്കാം. ചായ തിളച്ചപ്പോഴത്തേക്കും അത് ഞാൻ 4 ഗ്ലാസ്സിലോട്ട് പകർത്തിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ നെല്ലിക്ക കാന്താരി മുളകിട്ട് ഉപ്പിലിട്ടതാണേ. അങ്ങനെ ഒരു അച്ചിങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആലൂര് മാത്രമേ ഉണ്ടാകുള്ളൂ, ഒരു പണത്തോളം മാത്രം. പിന്നെ ചോറ് ഞാൻ തലേ ദിവസം തിളപ്പിച്ച് നമ്മുടെ തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ തിളപ്പിച്ചിട്ട് ചരിച്ചിട്ടിട്ടുണ്ട്. കടലക്കറിയും പുട്ടുമാണ് കേട്ടോ രാവിലെ ചായക്ക് ഉണ്ടാക്കണത്. അങ്ങനെ ഒരടപ്പിൽ കടലക്കറിയും അപ്പുറത്തെ അടുപ്പിൽ പുട്ടും ആക്കി എടുത്തിട്ടാ. ഇനി പെട്ടെന്ന് തന്നെ ആലിന് ചോറ് കെട്ടാൻ തുടങ്ങി. അങ്ങനെ പാത്രത്തിലോട്ട് ചൂട് ചോറും അച്ചിങ്ങ ഒലത്തിയതും പിന്നെ 2 അയലത്തല വറുത്തതും പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേറെ കറി ഇല്ലാത്തത് കൊണ്ട് ഇത്തിരി കടലക്കറി നമ്മുടെ കറിപ്പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ആലുവിന്റെ ലഞ്ചും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുക്കള ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കൂല കേട്ടോ. ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി. ഇനി ഞാൻ ആമിക്കുട്ടിനെ വിളിക്കാൻ വേണ്ടി പോകണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിലിടയ്ക്ക് നമ്മുടെ ആലു റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല.